വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബട്ടർ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ബട്ടർ നമുക്ക് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇടുന്നത്. പൊടിച്ച പഞ്ചസാരയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ പൊടിക്കാത്ത പഞ്ചസാര ഇടുമ്പോഴത്തേനും അത് നന്നായിട്ട് കുക്കീസ് ഉണ്ടായി വരുമ്പോഴത്തേക്കും അത് നല്ലൊരു ക്രിസ്പി ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 4-5 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലായി വന്നിട്ടുണ്ട് ബട്ടറും പഞ്ചസാരയും കൂടിയുള്ളത്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ല, ഒരു വൈറ്റ് കളർ ടെക്സ്ചർ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് മൈദ കുറച്ചായിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒത്തിരി പ്രഷർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യണമെന്നില്ല, ലൈറ്റായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മാവ് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോമിലായി വരുമ്പോഴത്തേനും നമുക്കിനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴും ഒത്തിരി പ്രഷർ കൊടുത്ത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ഞാനിത് ആദ്യം ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കാം. ഓവനിൽ വെക്കാനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിന് മാവെടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഞാൻ 2 രീതിയിൽ ഷേപ്പ് ചെയ്യുന്നത് കാണിക്കാം. ഒന്ന് ഇതും, പിന്നെ ഞാൻ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് എടുക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ബാക്കിയിരിക്കുന്ന മാവിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് ഒരു ക്ലിങ് ഫിലിമിലിട്ടൊന്ന് അടച്ച് ഒന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാവിനെ ഉരുട്ടിയിട്ട് 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് സിലിണ്ടർ പോലെ ആക്കി എടുക്കുവാണേ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. മാവ് ഒന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത മാവാണ് ഇത്. നമുക്ക് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. അത് നമ്മൾ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തുണ്ടാക്കിയതും അതുപോലെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഒന്നുമില്ല, ഒരു ഈവൻ ഫോമിൽ ഒരു ഈവൻ ആയിട്ട് ഇതിൻ്റെ തിക്നെസ് വരും. അതാണ് ആ ഒരു ഡിഫറൻസ്. ഇനി നമ്മൾ വെക്കുമ്പോൾ ട്രെയിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വെക്കാൻ. കാരണം ഇത് കുക്കായി വരുമ്പോഴത്തേനും കുറച്ചുകൂടി വലിപ്പം വരും. അതുകൊണ്ട് കുറച്ച് സ്പേസ് ഇട്ട് വെക്കാം. ഇനി ഞാൻ അവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ബേക്ക് ചെയ്യാനായിട്ട്. സ്റ്റവിൽ വെച്ച് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കറിൻ്റെ താഴെ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അലുമിനിയത്തിലെ പാത്രം വെച്ചാലും മതിയാവും. അതിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കുക്കീസ് വെച്ച് കൊടുക്കാം. ഇതിലും ഞാൻ കൈ കൊണ്ട് പ്രസ് ചെയ്തതും അതുപോലെ നൈഫിട്ട് കട്ട് ചെയ്തതും 2ഉം വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ്കറ്റും വെയിറ്റും വേണ്ട, അല്ലാണ്ട് എടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓവനിൽ വെച്ചതാണ്. ഓവനിൽ വെച്ചത് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ 2 ഷേപ്പിൽ വെച്ചതും നന്നായിട്ട് അടിയിൽ കുറച്ച് ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. റെഡിയാണ്. ഇനി നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ചതും കൂടി നോക്കാം. അതും റെഡിയായി വന്നിട്ടുണ്ട്. അറ്റമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റൗവിൽ വെച്ചതും അവനിൽ വെച്ചതും തമ്മിലുള്ള ഡിഫറൻസ്, സ്റ്റൗവിൽ വെച്ചത്, നമ്മൾ കുക്കറിൽ വെച്ചത് കുറച്ച് അറ്റമൊക്കെ കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. മറ്റേത് ഈവനായിട്ട് ഫുള്ള് ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുക്കീസ്.
കയ്യിൽ വെച്ച് പ്രസ് ചെയ്തതും കൂടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. അതും കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്ത കുക്കീസ് ഉണ്ട്. അതാകുമ്പോൾ ഈവൻ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കീസ് റെഡിയായി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തിട്ടേ നമ്മളിത് എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ആകാത്തത് പോലെ തോന്നും. കാരണം ആ മാവ് അങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. അത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ കുക്കീസ് ക്രിസ്പി ആവത്തുള്ളൂ. നമ്മുടെ ബട്ടർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.